എല്ലാവരും ഒരേ പിച്ചിൽ പാടാൻ, അതുപോലെ തന്നെ താളത്തോടെ പാടാൻ, ഹാർമണിയിൽ പാടാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഉള്ളതാണ്. ദൈവം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. ഒരു മൈൽഡ് സംഗീതത്തിന്റെ അകമ്പടി ഉള്ളത് എപ്പോഴും ഞങ്ങളുടെ ചർച്ചിലും ഗിറ്റാർ എന്ന് പറഞ്ഞ ഒരു പിയാനോ, ചെറിയൊരു പിയാനോ, ഗിറ്റാർ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. വിജയ് ജേക്കബ് എന്നറിയപ്പെട്ടിരുന്ന ജേക്കബിനെ വയലിൻ ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, പാവം കൊടുത്ത ആ പേപ്പർ അങ്ങ് എടുക്കൂ എന്ന് എനിക്ക് പല രീതി പറയാം. ആ പേപ്പർ അങ്ങ് എടുക്ക്, ഇത് രണ്ടും ഞാൻ പറയുന്നതാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഭാവം പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. രാഗശുദ്ധിയിൽ പാടുമ്പോൾ അതിന്റെ ആസ്വാദന ഭാവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ക്രിസ്തീയ ഗാനങ്ങളുടെ പാഠ്യപുസ്തകങ്ങളിൽ തന്നെ പല പാട്ടുകൾ ഈ രാഗത്തിൽ എഴുതിയിരിക്കുന്നുള്ള പലർക്കും അറിയത്തില്ല. ലൈഫ് ഫോക്കസിൻ്റെ സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നമ്മൾ തുടരുകയാണ്. എല്ലാ പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നാം സംഗീതത്തിൻ്റെ പല മേഖലകളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഗാനരചന, ഒരു ഗാനത്തിൻ്റെ രചനയെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു ഗാനം രചിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ടത് അതിൻ്റെ കമ്പോസിംഗ് ആണ്. ഇന്ന് മ്യൂസിക് കമ്പോസിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. നമുക്ക് വീണ്ടും ബ്രദർ ജോയ് ജോണുമായിട്ട് ചേരാം. വീണ്ടും വെൽക്കം. അതെ, ഈ സംഗീതമില്ലാതെ വെറും വരികളെന്ന് പറഞ്ഞാലേ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അതെ, തീർച്ചയായും അല്ലേ? ശരീരത്തിന് ചലനമില്ലല്ലോ. ഇല്ല. അപ്പോൾ ഏത് വരികൾക്കും ജീവൻ വെപ്പിക്കുന്നത് അതിൻ്റെ സംഗീതമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ ഈ പാട്ടുകാരെ ആൾക്കാർക്കറിയാം, പാട്ട് പാടുന്നവരെ. എഴുത്തുകാരെയും പഴയ എഴുത്തുകാരെയൊക്കെ അറിയാം, പുതിയ എഴുത്തുകാരെ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. പാട്ട് കേട്ട് എൻജോയ് ചെയ്തങ്ങ് പോകുന്നല്ലാതെ ആരെഴുതി നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു വിഭാഗമാണ് ഇതിനാരാണ് സംഗീതം നൽകിയത്. കാരണം ആ ഒരു ട്യൂണുള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർ മൂളാൻ പറ്റുന്നത്. അപ്പം അത് സംഗീതത്തിൻ്റെ ഒരു ആത്മാവ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിക് കൊടുക്കുന്നത്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു 80% പാട്ടുകൾ 3 കോഡുകളിൽ വായിക്കാൻ പറ്റും. GCD അല്ലേ, അല്ലെങ്കിൽ DAG. ഈ ബേസിക് കോഡുകളിൽ പോകുന്ന ആ ഒരു പാട്ടുകളാണുള്ളത്. താളത്തിൻ്റെ കാര്യത്തിലും 4/4 ഇതിൽ നമ്മൾ വിട്ട് വേറൊന്നും ചെയ്യാറില്ല. പിന്നെ അതുമല്ല, ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ വരികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്യൂൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം ദൂരെ നിന്നും ഇപ്പോഴത്തെ ഇത് സംഗീതം ഈ വരികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒരാൾ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ദൂരെ നിന്നും അങ്ങനെ വേണമെങ്കിലും ആകാം, അങ്ങനെ വേണം പാടാം. പക്ഷെ അത് ട്യൂൺ ചെയ്തയാൾ ചെയ്തിരിക്കുന്ന ഒന്നും പാടിക്കപ്പിക്കാവോ? ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. അവിടെ അതിൻ്റെ സംവിധാനത്തിൻ്റെ മികവല്ല, എൻ്റെ കമ്പോസിങ്ങിൻ്റെ മികവെന്ന് പറയുന്നത് ആദ്യത്തെ ഒരൊറ്റ വാക്കിലറിയാം, ദൂരെ. അല്ലാതെ പറയുമ്പോൾ ദൂരെ ആ ഫീൽ കിട്ടില്ല. അതെ, പാടുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തില്ല. ഒരു
ആ ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതെ, പക്ഷെ അതിന്റെ വരികളിലെ തിയോളജി എനിക്ക് വലിയ അഗ്രിമെന്റ് ഇല്ല. കാരണം മരുഭൂമിന്റെ വഴികളിലൂടെ കാലിത്തൊഴുത്ത് തേടി 3 രാജാക്കന്മാർ വന്നു. കാലിത്തൊഴുത്തിലേക്ക് പോയത് ഇടയന്മാരാണ്. പിന്നെ രാജാക്കന്മാർ 3 പേരാണോ 30 പേരാണോ നമുക്കറിയത്തില്ല. പക്ഷെ ആ പാട്ട് അത് സംവിധാനം ചെയ്ത് നിങ്ങളുടെ നാട്ടുകാരനാണ്. അതെ, തീർച്ചയായിട്ടും A.J. ജോസഫ് അദ്ദേഹത്തിന്റെയാണ്. ആ ഒരു ആൽബം മുഴുവൻ യഹൂദിയയിലെ എല്ലാം ഹിറ്റ് പാട്ടുകളാണ്. കമ്പോസിങ് അത് അപ്പോൾ ആ ദൂരെ എന്നുള്ളതാണെങ്കിലും ആ ഒരു കാലിത്തൊഴുത്ത് തേടി എന്നുള്ള ആ കമ്പോസിങ്ങിലൊക്കെ നമുക്കൊരു ശരിക്കൊരു തേടൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാജാക്കന്മാരെത്തി, അതിൻ്റെ ആ കമ്പോസിങ്ങിൻ്റെ മേന്മ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ പഴയ പാട്ടുണ്ടല്ലോ, രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. അതെ അതെ, അതിന് 2 സ്റ്റാൻസ് 2 ശൈലിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ പാട്ടുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ആ ട്യൂൺ വരുമ്പോഴാണ് അതിന് ആത്മാവ് വരുന്നത്. ഇതിനും എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം, ഈ കമ്പോസിങ്ങിലാണെങ്കിലും ഒരു കാലഘട്ടമായിരുന്നു, ഒരു പ്രത്യേക കാലം ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പം അതുപോലത്തെ പാട്ടുകൾ നമുക്ക് അധികം കേൾക്കാനില്ല. എനിക്ക് തോന്നുന്നത് ട്രഡീഷണൽ ലൈനിൽ നിന്ന് വഴിമാറി നടന്ന് നമുക്ക് നല്ല ഒരുപടി സമ്മാനങ്ങൾ, നല്ല ഒരുപടി ഗാനങ്ങൾ നൽകിയതിൽ വയലിൻ ജേക്കബ് എന്ന് പറഞ്ഞ സംഗീതം വലിയൊരു പങ്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് 2 വാക്കുകളെ കുറിച്ച് പറയും. അതെ അതെ, ജേക്കബിനെ കുറിച്ച് പറഞ്ഞാൽ, ജേക്കബ് അനുഗ്രഹീതനായ ഒരു വയലിനിസ്റ്റാണ്. നല്ല സോളോ വയലിനിസ്റ്റായിരുന്നു. ഏഞ്ചൽ വോയിസിലും അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ അദ്ദേഹം വായിച്ചിരുന്ന സമയത്ത് ഞങ്ങളന്ന് ഗാനമേളയ്ക്കൊക്കെ ഞങ്ങളൊക്കെ പാടുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ജേക്കബുമായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തൊരു വലിയ സുഹൃത്തായിട്ട് മാറി. അപ്പോൾ അങ്ങനെ നമ്മളൊരു ക്രിസ്ത്യൻ ഡിവോഷണലിൽ 12 പാട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തപ്പം എൻ്റെ മനസ്സിൽ ജേക്കബിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കാം എന്നുള്ളൊരു, ഓർക്കസ്ട്രേഷൻ ചെയ്യിക്കാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ജേക്കബ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ജേക്കബുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ജേക്കബ് പറഞ്ഞിട്ട് ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഓർക്കസ്ട്രേഷൻ, ഞാൻ ശ്രമിക്കാം, ഇത് ശരിയായില്ലെങ്കിൽ ഒന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അങ്ങനെ ഗത്സമന എന്നൊരു ഒരു കാസറ്റ്, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, അത് ബ്രദർ കുഞ്ഞുവൻ തോട്ടപ്പള്ളിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അതിലെ പാട്ടുകളുടെ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് നാം അതുവരെ കേട്ടിട്ടില്ലാത്ത നിലയിലുള്ള ഓർക്കസ്ട്രേഷനായിരുന്നു. അതൊരു ഭയങ്കര ചേഞ്ചായിരുന്നു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പുള്ളി ഓർക്കസ്ട്രേഷൻ നടത്തി. അതിനുശേഷം പുള്ളി ഫാദർ തദേവുസ് അരവിന്ദത്ത് അദ്ദേഹത്തെ പിറന്നു. അന്നാണ് ഈ ജേക്കബിനെ, അതുവരെ VJ ജേക്കബ് എന്നറിയപ്പെട്ടിരുന്ന ജേക്കബിനെ വയലിൻ ജേക്കബ് ആക്കിയത് തദേവുസ് അച്ഛനാണ്. അച്ഛൻ്റെ പാട്ടുകൾ അച്ഛനെ സംബന്ധിച്ച് ജേക്കബിൻ്റെ കമ്പോസിങ്ങിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പം അച്ഛൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ജേക്കബ് മരിച്ചു പോയതിനു ശേഷം അച്ഛനെ ഞങ്ങളിങ്ങനെ അമേരിക്കയിൽ വെച്ച് ഞാനും സ്റ്റീഫൻ ദേവസ് എല്ലാവരുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ അച്ഛൻ്റെ പള്ളിയിലുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീഫൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഇപ്പോൾ പാട്ട് എഴുതാത്തത്, ഒത്തിരി പാട്ടുകൾ ഇപ്പം കാണുന്നില്ലല്ലോ. അച്ഛൻ അതിനും പറഞ്ഞ മറുപടി കേട്ട് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അച്ഛൻ പറഞ്ഞത്, വയലിൻ ജേക്കബിൻ്റെ മരണശേഷം എനിക്ക് പാട്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ജേക്കബ് ട്യൂൺ ചെയ്ത് കൊടുത്തിരുന്ന ആ ട്യൂണിലാണ് അച്ഛൻ പാട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ഹൃദ്യമായ, അല്ലെങ്കിൽ അത്രയും എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ട്യൂണുകൾ എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞ് പാട്ട് എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റീസെൻ്റായിട്ട് അദ്ദേഹം അപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, അച്ഛാ എഴുതി, ഞാൻ നല്ല ട്യൂൺ തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം അച്ഛൻ ഏതോ ചില പാട്ടുകളൊക്കെ എഴുതി. അപ്പോൾ അത്രമാത്രം ഒരു വ്യക്തിയുടെ രചനയെ പോലും സ്വാധീനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എത്ര പാട്ടുകളാണ്. യേശുവേ നീ എനിക്കായി, അതുപോലൊരു ഗാനം ആ കാലഘട്ടത്തിൽ അത് പാടിയിട്ടില്ലേ ആ പാട്ടുകളൊക്കെ ഇല്ലേ? എത്രയോ പ്രോഗ്രാമുകൾക്ക് അത് പാടിയിട്ടുണ്ട് യേശുവേ നീ. സത്യത്തിൽ മധു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ ഈ ക്രിസ്ത്യൻ സംഗീത ലോകത്ത് പരിചയപ്പെടുത്തിയൊരു ഗാനമാണത്. ആ പാട്ടിലൂടെയാണ് മധു പിന്നെ വളരെയധികം പോപ്പുലറായി തീർന്നു, യേശുവേ നീ എനിക്കായി. നമുക്ക് ആ പാട്ട് സന്തോഷം നോക്കി കേൾക്കാം. ഒന്ന് കേൾക്കേണ്ട ഗാനം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓർമ്മയെ ഒന്നുകൂടെ ഒന്ന് പുതുക്കാം. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാ, അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ, സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ,
സ്നേഹമെങ്ങു പോയി, എനിക്കില്ല ശാന്തി തെല്ലും, നിമിഷ സുഖം നുകരാ, കരളിനു ദാഹമെന്നും, കഥനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ, പകയുടെ തീക്കനലാൽ മുറിവുകളേറി എന്നിൽ, ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ? യേശുവേ നീ എനിക്കാ ഇത്രയേറെ സ്നേഹമേകാ, അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ. ഇത് 1 2 3 അത് തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? എനിക്ക് അതിനെക്കുറിച്ച് ടെക്നിക്കലി എനിക്ക് പറയാൻ 3 4 തിരിച്ചിരിക്കുക, അതായത് 1 2 3 1 2 3 1 അങ്ങനെയാണ് വരുന്നത്. അവിടെയാണ് തുടങ്ങുന്നത് അല്ല, എങ്ങനെ തുടങ്ങുന്നത്? അതാ അതിൻ്റെ ബ്യൂട്ടി തന്നെ. അതിൻ്റെ ബ്യൂട്ടി. അത് മാത്രമല്ല, ആ കമ്പോസിങ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലേ അതിനകത്ത് ആ ട്യൂണിനകത്തുള്ള ഒരു മാസ്മരികത അല്ലേ നമ്മുടെ ഹൃദയത്തെ അങ്ങ് വല്ലാണ്ട് ചലിപ്പിക്കുന്ന. അച്ഛൻ അതുപോലെ എഴുതുകയും ചെയ്തു. തദ്ദേശ അച്ഛൻ്റെ നമ്മൾ ഈ രചനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പം അച്ഛനെ ആക്ച്വലി നമ്മളൊന്ന് ഓർക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എത്ര പാട്ടുകളാണ്, അച്ഛൻ്റെ പാട്ടാണ്. അതുപോലെ തന്നെ ജേക്കബ് ട്യൂൺ ചെയ്ത ഹൃദയം തകർന്നൊരു നാൾ യേശുവെ നിന്നെ വിളിച്ചു. ആ പാട്ടൊക്കെ നമ്മൾ എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ്. അതുകൊണ്ട് ജേക്കബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഒരു ഫ്രെയിമിൽ നിന്നിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ചട്ടക്കൂട്ടിൽ നിന്നിരുന്ന ഒരു ക്രിസ്തീയ ഗാനങ്ങളെ അല്ലെങ്കിൽ ആ സംഗീത ശാഖയെ മോചിപ്പിച്ച് വളരെ വിശാലമായ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ആ കമ്പോസിങ്ങിൻ്റെ മറ്റൊരു വലിയ മേഖലയിലേക്ക് ജേക്കബ് കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ളതിന് അത് യാതൊരു സംശയമില്ല. അധികം ആയുസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഈ കമ്പോസിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ക്രിസ്തീയ ഗാനങ്ങളുടെ കമ്പോസിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. നേരത്തെ ഗത്സമന കാസറ്റിനെ കുറിച്ച് പറഞ്ഞില്ല, അതാണല്ലോ പുള്ളിയുടെ ഒരു ഓപ്പണിങ്. അതെ അതെ. അതിനകത്തൊരു പാട്ടുണ്ട് കാൽവറിയെക്കുറിച്ചുള്ളത്, ഓർക്കുന്നുണ്ടോ? കുറേ പാട്ടുകളുണ്ടായിരുന്നു, കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ. ഒരു ദുഃഖസാഗരം അണപൊട്ടിയൊഴുകി ഗത്സമനെ കുറിച്ച്. അതൊരു നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്, നല്ല പാട്ടാണ്. അതിലൊക്കെ ഓർക്കസ്ട്രേഷൻ എല്ലാം ജയിക്കുക ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഓർക്കസ്ട്ര, ഈ സംവിധാനം, സംഗീതത്തിന് മ്യൂസിക് കൊടുക്കുന്നവർ അല്ലെങ്കിൽ അതിന് ട്യൂൺ ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, ഒന്നാമത് അതിൻ്റെ വാക്കുകൾ, അത് പാത്തോസ് ആണോ സന്തോഷമാണോ? ഇപ്പം സന്തോഷം വന്നല്ലോ, സന്താപം തീർന്നല്ലോ, അത് പാടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു ഹാപ്പിനെസ് വരും, പക്ഷെ എന്നാൽ കണ്ടാലോ ആളറിയുകില്ല, എന്നെക്കാളും കുറിച്ച് ഭാവത്തിൽ പുള്ളിയാ പാടാൻ പറ്റുന്നത്. സന്തോഷം എന്നൊന്നും മൂളാവോ? കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിടുന്നു, മകനേ മകനേ നീ മാന്യനായിടുവാൻ, മകളേ മകളേ നീ മാന്യയായിടുവാൻ. ഒരു പാത്തോസ്, അല്ലെങ്കിൽ ആ ക്രൂശിലെ വേദനയും അതിലെ ഏകാന്തതയും അവിടുത്തെ ആ രോദനമൊക്കെ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ട്യൂണല്ലേ അത്. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾക്ക് ജീവൻ നൽകുന്ന ഒരു കമ്പോസിങ്. സന്തോഷമാണ് സന്തോഷം, ശോകമാണ് ശോകം, പ്രത്യാശയാണ് പ്രത്യാശ, പ്രാർത്ഥനയാണെങ്കിൽ ആ
പ്രാർത്ഥന കേൾക്കേണമേ, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, Yeah. പ്രതിഫലം നൽകുന്ന ദൈവം. അപ്പം അത് ആ ഒരു പ്രാർത്ഥന ടോൺ വരുന്നുണ്ടല്ലോ. Yeah. അപ്പം അത് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ അതുപോലെ ആ പേപ്പർ ഇങ്ങ് എടുക്കൂ എന്ന് എനിക്ക് പല രീതിയിൽ പറയാം. ആ പേപ്പർ ഒന്നെടുക്കൂ, അതെ ആ പേപ്പർ ഇങ്ങ് എടുക്ക്. ഇത് രണ്ടും ഞാൻ പറയുന്നതാണ്. അതെ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഭാവം അതെ അതല്ലേ പ്രധാനപ്പെട്ടത്. അതെ. ഞാൻ അതുപോലെ തന്നെ ഇപ്പം ആരാധനാ ഗീതങ്ങൾ എത്രയോ ഉണ്ട് അല്ലേ? അപ്പോൾ മനോഹരമായ ആരാധനാ ഗാനങ്ങൾ, അതാ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ആരാധന അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുവാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന നിലയിലായിരിക്കണം അതിൻ്റെ കമ്പോസിങ്. പിന്നെ തീർച്ചയായിട്ടും. അല്ലാതെ ഇപ്പം നമ്മുടെ ദേവാധിദേവൻ നീ രാജാധിരാജൻ അല്ലേ? അതെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തെ കുറിച്ച് പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും കമ്പോസിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുമ്പം പ്രധാനമായിട്ടും അങ്ങനെയാണ് പറയേണ്ടത്. നമുക്ക് ഞാൻ പണ്ടൊരു ഈ പിള്ളേരുടെ പാട്ട് പാടാൻ ഈ മത്സരത്തിൽ ഞാൻ ജഡ്ജിയായിട്ട് പോയി. ജഡ്ജിയായിട്ട് പോയപ്പോൾ അന്നത്തെ വലിയൊരു പോപ്പുലർ പാട്ടാണ് ലാസർ മരിച്ചവനായിരുന്നു നാറ്റം വെച്ചിരുന്നു. കേട്ടിട്ടുണ്ടോ പാട്ട്? പാടി അതിൻ്റെ പാട്ടുകളെ കുറിച്ച് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, മോളെ ഈ പാട്ടിന് നമ്മളൊരു ഭാവം കൊടുത്ത് വേണം പാടാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ മുഴുവൻ വരണം, അതൊന്നുകൂടെ പാടാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചു പാടി ലാസർ മരിച്ചവനായിരുന്നു നാറ്റം വെച്ചിരുന്നു. ഭാവം കൊടുത്ത. അപ്പം ഞാൻ പറഞ്ഞു അത് തമാശയായിട്ട് തോന്നുമെങ്കിലും ആ കുട്ടിക്ക് അത്രയും ബോധം വന്നു എന്ന് പറഞ്ഞാൽ നാറ്റം എന്ന് പറയുമ്പോൾ ആ നാറ്റം നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ കുരിശ് എന്ന് പറയുമ്പം കുരിശ് ഫീൽ ചെയ്യണം, ആണി എന്ന് പറയുമ്പം ആണി ഫീൽ ചെയ്യണം, കണ്ണുനീര് അല്ലെങ്കിൽ പതനം, അതുപോലെ സ്നേഹം, സ്വാന്തനം, കരുണ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലോട്ട് വരണം. അപ്പം സ്നേഹം എന്ന് പറയുന്ന വാക്കിന് ഒരു കുറച്ചുകൂടെ ഒരു ഊന്നൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാകുന്നുള്ള ചെറിയൊരു സാമ്പിൾ. അപ്പം നമുക്കറിയുന്നൊരു പാട്ടാണ് ആരുമില്ല നീ ചാരുവാനൊരാൾ, അത് ടി കെസിൻ്റെ പാട്ടാണ്. അതെ. അതിൻ്റെ അകത്ത് ആ സ്റ്റാൻസ് ഉണ്ടല്ലോ, പ്രിയരെന്ന് കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. കൂടെയുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ വിട്ടുപോകും, പക്ഷേ പ്രിയനെ നിൻ സ്നേഹം. അപ്പോൾ നമ്മുടെ സന്തോഷം ഒന്ന് ഫീൽ കൊടുത്ത് പാടാൻ പോവാണ്. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയനേ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മണ്ണിൽ. പ്രിയനേ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മണ്ണിൽ. അപ്പോൾ ഏത് വാക്കാണോ നമ്മൾ എംഫാറ്റിക് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലത് ബോൾഡ് ആക്കുമല്ലോ. അതെ എന്ന് പറഞ്ഞ പോലെ പാട്ടിലെ ബോൾഡാണ് ഈ ഭാവം എന്ന് പറയുന്നത്. അതെ, ചില പദങ്ങൾക്കൊക്കെ നാം കൊടുക്കുന്ന ഊന്നൽ. അപ്പോൾ അതുകൂടെ വന്നു കഴിയുമ്പോഴേക്ക് നമ്മുടെ പാട്ടിന് കുറച്ചുകൂടെ മാധുര്യം വരും. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പൊതുവേ സുവിശേഷ വിഹിത സഭകളിൽ സഭയ്ക്ക് പാട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കുകയോ ട്രെയിനിങ് കൊടുക്കുകയോ ആളുകളെ പാടാനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കാനോ ഒന്നും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നമ്മുടെ സഭയിലുള്ള ചെറുപ്പക്കാരൊക്കെ നല്ല കഴിവുള്ളവരുണ്ട്, പക്ഷെ അവർക്ക് അവസരങ്ങളില്ല. പിന്നെ ഇതിന് വാസനയുള്ള ആൾക്കാർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ ആരും തയ്യാറാകുന്നില്ല, മാതാപിതാക്കൾ ഉൾപ്പെടെ. ഇപ്പോൾ വായ്പാട്ടിനുള്ള കഴിവുള്ളവരുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സിന് കഴിവുള്ളവരുണ്ട്, പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് പോയി പഠിക്കാനുള്ള ഒരു ഇല്ല. എന്നാൽ CSI അല്ലെങ്കിൽ ഓർത്തഡോക്സ്, ബാസൽ മിഷൻ, അതുപോലെ മർത്തോമ, യാക്കോബ, സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച്, ഇങ്ങനെയുള്ള സഭകളിൽ അവർക്കൊരു പ്രൊഫഷണൽ കൊയറുണ്ട്, ഒരു കൊയർ മാസ്റ്റർ ഉണ്ട്, പിയാനിസ്റ്റ് ഉണ്ട്, പിന്നെ അതിൽ ട്രെയിൻഡ് ആയിരിക്കുന്ന പാട്ടുകാരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ സഭകളിൽ ഞാൻ കൊയറിൽ പാടുന്നു എന്ന് പറയുന്നതിന് അവർക്കൊരു എല്ലാവർക്കും കിട്ടത്തില്ല. അതിനകത്ത് തന്നെയല്ല, അവർ പ്രാക്ടീസിന് കമ്പൽസറി ആയിട്ട് ചെല്ലണം. സൺഡേയിൽ പാടണമെങ്കിൽ സാറ്റർഡേ പ്രാക്ടീസിന് അവർ കമ്പൽസറി ആയിട്ട് പങ്കെടുത്തിരിക്കണം. അത് ശുശ്രൂഷയായിട്ടാണ് അവർ കാണുന്നത്. അതാണ് അതിൻ്റെ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ചർച്ചുകളിൽ പാട്ടുകളെക്കുറിച്ച് പാടുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ ഒക്കെ ചർച്ചുകളിൽ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഒരു ആരാധനയ്ക്ക് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാറില്ല എന്നുള്ളതൊരു
പലപ്പോഴും വലിയ ദുഃഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ മനോഹരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരാധനയ്ക്ക് നാം പാട്ട് പാടുക എന്നുള്ളത്. അത് സത്യത്തിൽ വികലമായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്? ആണോ? കാരണം വിദേശത്തിലുള്ള സഭകളെ നമ്മൾ നോക്കിയാൽ അറിയാം, ഒന്നിലൊരു പിയാനോ അല്ലെങ്കിൽ ഒരു ഹാർപ്പ് അല്ലെങ്കിൽ ഒരു ഗിറ്റാർ. ഇപ്പോൾ നമ്മളിപ്പം വലിയ ഡ്രമ്മും റോക്ക് ബാൻഡും വലിയ ഡിസ്റ്റോഷൻ ഗിറ്റാറും ബഹളമയം പുകയൊന്നും അതല്ല ഉദ്ദേശിച്ചില്ല. പക്ഷേ എല്ലാവരും ഒരേ പിച്ചിൽ പാടാൻ, അതുപോലെ തന്നെ താളത്തോടെ പാടാൻ, ഹാർമണിയിൽ പാടാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഉള്ളത് നല്ലതാണ്. തീർച്ചയായിട്ടും അതിനൊരു സപ്പോർട്ട്. കാര്യം ഈ ആരാധന, ദൈവം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. നാം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സംഗീത ഉപകരണങ്ങളെക്കുറിച്ച്, കിന്നരം, തപ്പ്, അതുപോലെ കുഴല്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളെക്കുറിച്ച് ദാവീദ് അവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സപ്പോർട്ടോടെ ഞാൻ പാടുമെന്നാണ് ദാവീദ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെ നമ്മുടെ സഭകളിൽ, നമ്മുടെ ആരാധനകളിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും വളരെ നിരാശയോടെ ചിന്തിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ പ്രസംഗത്തിന് മുമ്പ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് പാടുന്ന സഭകളും ഉണ്ട്. അത് ആരാധന കഴിഞ്ഞ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ അതുവരെ ദൈവത്തിന് പ്രശ്നം ആണോ എന്നുള്ളത് അതാണ് ഇപ്പം നമ്മൾ ആരാധനയ്ക്ക് പാടുന്ന ഒരു ആദ്യത്തെ സെഷനിൽ പാടുന്ന ഒരു 4 പാട്ടുകൾക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം ആരാധനയ്ക്ക് ശേഷമുള്ള ആ ഗ്യാപ്പിൽ അതിനെ ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള പാട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ അത് ഏത് സെൻസാണ്, അല്ലെങ്കിൽ അത് എന്താണ്? അതെങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിലേക്ക്, അതായത് നമ്മുടെ ഈ ക്രിസ്തീയ പ്രാക്ടീസിലേക്ക് വന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചരിത്രം എനിക്ക് ശരിക്കും അറിയത്തില്ല. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ, ഇത് എൻ്റെ ചിന്ത ശരിയാണോ ഇല്ലയോ എന്നറിയില്ല, ഇത് ഈ നമ്മുടെയൊക്കെ സഭകൾ ആദ്യം അവരുടെ ആരാധനകളൊക്കെ തുടങ്ങിയ സമയത്ത് ഒരുപക്ഷെ അവിടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സേ ഇല്ല, ഹാർമോണിയം പോലും ഇല്ല. ഒരു ഹാർമോണിയം ഇല്ല, അത് വായിക്കാൻ ആളുകളില്ല. അങ്ങനെ ആയിരിക്കില്ലേ? അപ്പോൾ പക്ഷേ ഒരു ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു കീബോർഡൊന്നും ഒരു ചർച്ചിൽ ഒരു പ്രശ്നമേ അല്ല, ഇല്ലേ? ഒരു ഓർഗൻ, പണ്ടൊക്കെ ഒരു പ്രോഗ്രാമിന് പോലും ഒരു ഓർഗൻ വാടകയ്ക്ക് എടുക്കാനായിട്ട് എറണാകുളത്തൊക്കെ പോയി ഇവിടെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ പ്രോഗ്രാമിന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാ സഭകളിലും കീബോർഡുണ്ട്, പ്രാപ്തിയുള്ള ആളുകളുണ്ട്, വായിക്കാൻ ഒരുപക്ഷെ കഴിവുള്ളവരുണ്ട്, പിള്ളേരുണ്ട്. പക്ഷേ അവർക്കൊന്നും അതിനുള്ളൊരു അവസരം കൊടുക്കത്തുമില്ല. നമ്മളെന്തോ ഇതൊരു വലിയ ഒരു പാപമാണെന്നുള്ള നിലയിൽ ഇത് മാറ്റിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കതിൽ ഒരുപാട് ദുഃഖമുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം. അതെ, ഒരു സംഗീതത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇഫ് യു ആർ റിയലി മീനിങ് സിംഗിങ് ടു ഗോഡ്, യുനോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സഭയെല്ലാം ഒരുമിച്ച് പാടുമ്പോൾ ഒരേ ശബ്ദത്തിൽ, ഒരേ താളത്തിൽ, പിച്ച്, എല്ലാവർക്കും പാടാൻ പറ്റുന്ന പിച്ചിലൊക്കെ പാടണമെങ്കിൽ ഒരു മൈൽഡ് സംഗീതത്തിൻ്റെ അകമ്പടി ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ പല ആൾക്കാരത് പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം പാട്ടിനേക്കാളും കൂടുതൽ അത് ശ്രദ്ധ പിടിച്ചു പറ്റുമോ, അതൊരു ഡിസ്ട്രാക്ഷൻ ആകുമോ എന്നൊക്കെ ഉള്ള. പക്ഷേ അല്ലാതെ തന്നെ ആൾക്കാർക്ക് എന്ത് ഡിസ്ട്രാക്ഷനാണ്? തീർച്ചയായിട്ടും അല്ലേ, എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ്. അതല്ല, അതിപ്പം നമ്മൾ സഭയിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ചില നിബന്ധനകൾക്ക് വിധേയമായി. പക്ഷേ എനിക്കൊന്നും അങ്ങനെ പാടി ശീലിക്കാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യധാരാ സഭകളിൽ അവർക്ക് 4 പാർട്സിലാണ് അവർ പാടുന്നത്. അതെ. അപ്പോൾ അതിന് എല്ലാവർക്കും പാടത്തക്ക രീതിയിലുള്ള ഒരു കോമൺ പിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ പണ്ടത്തെ സഭയിൽ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അപ്പച്ചന് ഈ പിച്ചിലാണ് പറഞ്ഞത്, കല്ലുകളിൽ വരച്ചതോം ചാവിൻ ശിശു. പിന്നെ പുള്ളി അവിടെ നിർത്തും. എന്നിട്ട് പുള്ളി എല്ലാവരും നോക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി ഏക്കണ്ട എന്നുള്ള രീതിയിൽ അപ്പച്ചന് പോലും പാടാൻ വയ്യ. അപ്പച്ചന്. അപ്പോൾ ആ പിച്ചിലാണ്. കാരണം അപ്പച്ചനോട് മക്കളൊക്കെ പറയും, അപ്പച്ചൻ എന്തിനാ പാട്ട് പാടാൻ അറിയത്തില്ല, എന്തിനാ തുടങ്ങുന്നേ, അറിയുന്ന ആരെങ്കിലും തുടങ്ങട്ടെ. പുള്ളി പറഞ്ഞു, എടാ എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് പാടണമെങ്കിൽ പിച്ചും കിച്ചുമൊന്നും ഞാൻ നോക്കത്തില്ല. എന്നിട്ട് അപ്പച്ചൻ്റെ ചോദ്യമാണ്, 6 ലക്ഷം യഹൂദന്മാർ ചെങ്കടൽ കടന്ന് പാടി വന്നപ്പം, ചെങ്കടൽ കടന്നിട്ട് അവർ പാട്ട് പാടിയല്ലോ, അത് ഏറ്റവും ഉണ്ടായിരുന്നു, ഏത് രാഗത്തിലായിരുന്നു, ഏത് പിച്ചിലായിരുന്നു? ഇതാണ് അപ്പച്ചൻ്റെ ചോദ്യം. ഉള്ളൊരു രസികനാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ പാടണമെന്നുണ്ട്, പക്ഷെ എടുക്കുന്ന പിച്ച് ഇതാണ്. അപ്പോൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കോമൺ പിച്ച് കിട്ടും. ഇത് പിന്നെ താളം, പിന്നെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ആരാധനകൾ പുറത്തു നിന്നിറങ്ങി ഒന്ന് കേൾക്കണം. നമ്മൾ എങ്ങനെയാണ് പാടുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പുറത്തു നിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു അഭംഗി എന്താണെന്ന് മനസ്സിലാകുള്ളൂ. കാര്യം ശ്രുതിയില്ല, 10 പേര് പാടുമ്പോൾ 10 പിച്ചിലാണ് പാടുന്നത്, 10 താളത്തിലാണ് പാടുന്നത്, തുടങ്ങുന്ന ഒരുമിച്ചല്ല, എല്ലാം വ്യത്യസ്തമായിട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു ഉപദേശത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു പ്രായോഗികതയുടെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അല്ല, അങ്ങനെ ഒരു ഉപദേശം എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഉപദേശം ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ അത്യാവശ്യം ഒരു മ്യൂസിക്കൽ
ബാക്കിങ്ങോടുകൂടിയാണ്. ഞങ്ങളുടെ ചർച്ചിലും ഗിറ്റാർ എന്ന് പറഞ്ഞ ഒരു പിയാനോ, ചെറിയൊരു പിയാനോ, ഗിറ്റാറും. അതിപ്പോൾ അതുകൊണ്ട് ചർച്ചിലുള്ള ആളുകൾക്ക് അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിട്ടാണ് അവരിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപോലെ പാടാൻ കഴിയുന്നു, ഒരേ ടൈമിങ്ങിൽ ഒരേ പിച്ചിലൊക്കെ പാടാൻ കഴിയുന്നു. സത്യത്തിൽ അത് നമ്മുടെ സഭകളിലേക്കൊക്കെ അത് കൊണ്ടുവരേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അല്ലേ, തീർച്ചയായിട്ടും ധാരണ ശരിയല്ലേ? അപ്പോൾ നമ്മൾ സംഗീത സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വാക്കുകൾ നോക്കിയാണ് ട്യൂൺ ചെയ്യേണ്ടത്, ഭാവങ്ങൾ ഉൾക്കൊണ്ടാണ് അത് പാടേണ്ടത്, അതുപോലെ പാട്ടിൻ്റെ മൂഡ് അനുസരിച്ച് വേണം അതിനെ ട്യൂൺ ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ പാട്ടുകൾക്ക് രാഗം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കർണാട്ടിക് രാഗങ്ങളാണല്ലോ കൂടുതലും മലയാള പാട്ടുകളിൽ. പിന്നെ സൈമൺ സാറിൻ്റെ പാട്ടുകളും എല്ലാം, മോശവത്സലം, വിദ്വാൻകുട്ടി അച്ഛന്, ഇവരുടെയൊക്കെ പാട്ടുകൾ എല്ലാം കർണാടകം ബേസ് ചെയ്താണല്ലോ. നോർത്ത് ഇന്ത്യയിൽ പോയ കൂടുതലും ഹിന്ദുസ്ഥാനി ശൈലിയിലുള്ള പാട്ടുകളാണ്. ക്രിസ്തീയ ഗാനങ്ങളുടെ പാട്ടുപുസ്തകങ്ങളിൽ തന്നെ പല പാട്ടുകൾ ഈ രാഗത്തിൽ എഴുതിയിരിക്കുന്നുള്ള പലർക്കും അറിയത്തില്ല. നമുക്കിനി അതിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഓടിപ്പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മോഹനം വെച്ച് തുടങ്ങാം അല്ലേ? മോഹനരാഗത്തിൽ ചില പാട്ടുകൾ, അത് പല പാട്ടുകളുടെയും മുകളിൽ അതിൻ്റെ രാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യം പറയാം. അടവി തരുക്കളിനിടയിൽ, അത് മോഹനാണ്, മോഹനരാഗം. പക്ഷെ പാടുന്ന ആൾക്കാരുടെ ഈ രാഗവേദം അറിയത്തില്ല. അപ്പോൾ മോഹനരാഗത്തിൽ വരുന്ന ഏതെങ്കിലും വേറൊരു പാട്ടുണ്ടോ സന്തോഷം മോഹനരാഗത്തിൽ? എനിക്ക് നമ്മുടെ സൈമൺ സാറിൻ്റെ ഒരു വളരെ മനോഹരമായൊരു പാട്ടുണ്ട്, സദനെ മാമകവാഴും കഥനെ. ആ ഗാനം മോഹൻ രാഗത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടാലോ. സദനേ മാമകവാഴും കഥനേ തുണനീ ദിവ്യപദനേ പരമാനന്ദപ്രദനേ. സദനേ മാമകവാഴും കഥനേ തുണനീ ദിവ്യപദനേ പരമാനന്ദപ്രദനേ. വദനേ നിന്നൊഴുകും പിണ്ണതനമാമൊഴിയാലൻ വ്യസനമാകെ നീങ്ങിടുന്നു തിരുരവമശനമായിരുന്നു സതതവും. സദനേ മാമകവാഴും കഥനേ തുണനീ ദിവ്യപദനേ പരമാനന്ദപ്രദനേ. ഇതുപോലുള്ള രാഗങ്ങളിൽ ഇതുപോലുള്ള രചനകളൊക്കെ നമ്മുടെ സംഗീത ശാഖയ്ക്കുണ്ടോ എന്ന് പോലും അറിയാത്ത ആളുകൾ ക്രൈസ്തവർക്കിടയിൽ തന്നെ ഇത്രയും നല്ല പാട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പലർക്കും അറിയില്ല. മാപ്പിളക്ക് എന്തിനാണോ സംഗീതം അതെ അതെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാ. നമ്മുടെ ഇതുവരെ എന്നെ കരുതിയ നാഥ, അത് ഹംസധ്വനിയുള്ള, അതുപോലെ വരുന്നനാഥ, അതും ഹംസധ്വനിയാണ്. അപ്പോൾ ഈ കൂടുതൽ എനിക്ക് തോന്നുന്ന കോൺഗ്രിഗേഷനായിട്ട് ആൾക്കാർ പാടുന്നത് ഇതുവരെ കരുതിനാഥ. കാരണം വരുന്നനാഥൻ കുറച്ചുകൂടെ ക്ലാസിക് ടോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കേട്ടോ. ചെറിയാൻ സാറിൻ്റെ പാട്ടാണ് ഇതുവരെ എന്നെ കരുതിയ നാഥ. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഇത് ഒരുപാട് ആളുകൾ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു ഇടക്കാലത്ത് ഒരുപാട് പാടുന്ന പാട്ടുകളാണിത്. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം.
വളരെ മനോഹരമായൊരു ഗാനം അല്ലേ? നന്നു. തീർച്ചയായിട്ടും. ഇതുപോലെ പ്രധാനപ്പെട്ട നമ്മുടെ സെക്കുലർ രംഗത്ത് ഉപയോഗിക്കുന്ന എല്ലാ രാഗങ്ങളിലും നമുക്ക് അതിമനോഹരമായ പാട്ടുകൾ ഈ മോശവത്സലം ശാസ്ത്രികളും സൈമൺ സാറും ഇവരൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ആ ഹിന്ദോളത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, ഹിന്ദോള രാഗാർദ്ധനായി, അത് ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ആ പിച്ചിലൊന്ന് ചുമ്മാ പാടാം, ഒരു കോഡ്സ് ഒന്ന് പിടിച്ചിട്ട്. ഹിന്ദോളരാഗാർദ്രനായ ഞാൻ ശ്രീ യേശുവിന പദാനം പാടി സ്വർഗീയ താളങ്ങൾ തേടി ഞാൻ ജീവന്റെ തമ്പുരുമീട്ടി. കന്യാസുതനെ നിൻവിരൽ തഴുകി, കന്യാസുതനെ നിൻവിരൽ തഴുകി, പാടാത്ത വീണകൾ പാടി ഹിന്ദോളരാഗാർദ്രനായ ഞാൻ ശ്രീ യേശുവിന പദാനം പാടി. ഇതിൻ്റെ ആരോഹണം അവരോടൊന്ന് ഒന്ന് മുളിക്കാൻ കേൾക്കട്ടെ. സരിഗ 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 പദ സാദ പഗരി സരിഗ പദ സാദ പഗരി. ഹിന്ദോളത്തിൽ നല്ല ഗാനങ്ങളുണ്ട് നമുക്കല്ലേ. ഈ പാടുവാനില്ലെന്ന് ശബ്ദം, അത് കല്യാണിയുടെ ഒരു വകഭേദമാണല്ലോ അല്ലേ? യമുന കല്യാണിയാണെന്ന് തോന്നുന്നു. പാടുവാൻ എനിക്കില്ലിനി ശബ്ദം, പാവന സ്ത്രീകളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം, പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. എത്ര മനോഹരമായ പാട്ടാണല്ലേ? ആ രാഗത്തിൽ തന്നെ അതിന്റെ രാഗശുദ്ധിയിൽ പാടുമ്പോൾ അതിന്റെ ആസ്വാദന ഭാവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. വളരെ മനോഹരമായിരിക്കുന്നു. അതുപോലെ ഈ ഇടയ്ക്ക് വളരെ ഫേമസ് ആയ ചാരുകേശ്വരി എഴുതിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഉയർത്തിയ സ്നേഹം. അങ്ങനെ ഉയർത്തിയ സ്നേഹം എന്നാണോ? അല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. അതെ, ഇത്ര നല്ല. അപ്പോൾ അതിൽ ഇത്രയും രാഗങ്ങൾ നമ്മൾ പറഞ്ഞ രാഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ എഴുതിക്കുന്ന ഗാനങ്ങൾ ആയിരക്കണക്കിനുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ചിന്തിക്കാനൊന്നും പക്ഷേ സംവിധാനം ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊരു മാറി ചിന്തിക്കാം. പാട്ടിന്റെ പ്രത്യേകത ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു സോങ് അല്ലേ? എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ഒരുപോലെ ഏറ്റെടുത്ത ഒരു ഗാനമാണത്. അതുകൊണ്ട് ആ പാട്ടിന്റെ ഒരു 4 ലൈൻ ഒന്ന് പാടിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം.
നല്ല വരികളുമാണ്. നല്ല വരികളാണ്, നല്ല വരികൾ. നല്ല വരികളും നല്ല ആപ്റ്റായിട്ടുള്ള ഒരു ട്യൂണുമാണ്. ഓക്കെ, ആ വരികൾക്ക് അനുസൃതമായിട്ടാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംഗീത സംവിധായകരോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പാട്ടിൻ്റെ ആത്മാവ് അത് വെറും ശരീരമാണ്. അതിന് ജീവൻ കൊടുക്കുന്ന എന്താണോ ആ വരികൾക്ക് ജീവൻ നൽകുന്നത്, പുഷ്ടിപ്പെടുത്തുന്നത്, അത് രാഗമാണെങ്കിലും താളമാണെങ്കിലും തീർച്ചയായിട്ടും ഭാവം ഉൾക്കൊണ്ട ഭാഗങ്ങളാണെങ്കിലും അതിനെല്ലാം നമ്മൾ ന്യായമായ സ്ഥാനം കൊടുത്ത് അതിന് ജീവൻ വെപ്പിക്കണം. ആ വരികൾക്ക് ജീവൻ വെപ്പിക്കുക, അതാണ് ഒരു സംഗീത സംവിധായകൻ്റെ കടമ എന്ന് പറയുന്നത്. സംഗീതത്തിൻ്റെ പല മേഖലകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ ഗാനരചനയെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കമ്പോസിങ്, സംഗീത സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചു. ഈ ചർച്ചകളൊന്നും ആരെയും നിരുത്സാഹപ്പെടുത്താനോ പുതിയ പാട്ടുകൾ ചെയ്യുന്നവരെ ഒന്നും നിരുത്സാഹപ്പെടുത്താനല്ല. അതുമല്ല, ഇതിനകത്ത് നമ്മൾ ആരും എക്സ്പേർട്ടും അല്ല, നമ്മൾ ആരുമില്ല ഇവിടെ എക്സ്പേർട്സ് ആയിട്ട്. കുറച്ചുകൂടി മെച്ചമായ നിലയിൽ നമുക്ക് പാട്ടുകൾ അവതരിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഓർപ്പിക്കുക മാത്രമാണ്. അല്പം കൂടി കുറച്ചുകൂടി രാഗം ബേസ് ചെയ്തും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഹൃദയം കൊടുത്ത് ട്യൂൺ ചെയ്താൽ, വരികൾക്ക് അനുസൃതമായി ഒന്ന് ചിന്തിച്ചൊക്കെ ട്യൂൺ ചെയ്താൽ കുറച്ചുകൂടി മെച്ചമായ പാട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ കഴിയുമെന്നുള്ള കാര്യമൊന്ന് ഓർപ്പിക്കുവാൻ മാത്രമാണ് ഈ പരിപാടി. ജോയ് സാർ ഓർപ്പിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന ആരും ഇതിൽ പ്രഗത്ഭരോ അല്ലെങ്കിൽ അവസാന വാക്കോ ഒന്നുമല്ല, ഒരു പകുതി വാക്ക് പോലുമല്ല. എന്നാൽ നമ്മുടെ സംഗീതത്തെ, ക്രിസ്തീയ സംഗീതത്തെ ഒരല്പം കൂടി മെച്ചപ്പെടുത്തുക, ഏറ്റവും മെച്ചമായത് ലോകത്തിന് നൽകുക, ദൈവത്തിന് നൽകുക. ലോകത്തിനല്ല, ഏറ്റവും മെച്ചമായത് നാം കൊടുക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കുമ്പോൾ ലോകത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കണം. അപ്പോൾ ദൈവത്തിന് നമുക്ക് ഏറ്റവും നല്ല പാട്ടുകൾ കൊടുക്കുവാൻ കഴിയട്ടെ. ഈ എപ്പിസോഡുകൾ നിങ്ങളെ ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംഗീതത്തിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് കടക്കാം. അത് ആലാപനം എന്ന മേഖലയാണ്. എത്രയോ പാട്ടുകാരാണ് നമുക്കുള്ളത്, അവരെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം അല്ലേ? താങ്ക് യു.